എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ജനുവരി മാസം 2026 ആദ്യത്തെ മാസം ഏറ്റവും ഒടുവിലത്തെ ദിവസത്തിൽ നമ്മൾ എത്തി. ഇന്ന് നല്ല തീരുമാനമെടുക്കണം. ഒരു മാസം വേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചില്ല, വേണ്ട രീതിയിൽ ബൈബിൾ വായിച്ചില്ല. എന്നാൽ ഫെബ്രുവരി മാസം, അടുത്ത മാസം എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റിമറിക്കും. നമ്മളാ തീരുമാനിക്കും നമ്മുടെ ജീവിതം ഉയരണമോ വേണ്ടയോ. മാനസാന്തരപ്പെടുക എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. മാനസാന്തരപ്പെടുക അത് കർത്താവ് നമ്മോട് പറഞ്ഞ കാര്യമാണ്. ബൈബിള് വായിക്കുക അത് നമ്മളെടുക്കുന്ന എഫേർട്ടാണ്. അതായത് ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്നതിനെല്ലാം പ്രതിഫലമുണ്ട്. ഈ അർത്ഥത്തിൽ നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുക. കർത്താവ് ഇതൊന്നും മറന്നു കളയില്ല. എബ്രായ ലേഖനത്തിൽ പറയുന്നു, തൻ്റെ നാമത്തിന് വേണ്ടി ചെയ്തത് മറന്നു കളയുന്ന ദൈവമല്ലെന്ന്. കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്നതൊന്നും, കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത്, നമ്മൾ ലോകത്തിൽ സമയം ചെലവഴിക്കാതെ യേശുവിൻ്റെ കൂടെ സമയം ചെലവഴിച്ചു. അതാണ് ബൈബിൾ വായന. നമ്മൾ ഓരോ ചാപ്റ്റർ വായിക്കുമ്പോഴും യേശുവിൻ്റെ കൂടെയാണ്. വചനം യേശുവാണ്. ബൈബിളിൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിനെയാണ് പ്രാപിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നാം യേശുവിനെ ആശ്രയിക്കുകയാണ്. ഇതിനെല്ലാം പ്രതിഫലമാണ്. സുവിശേഷം അറിയിക്കുമ്പോൾ ഇതിനെല്ലാം പ്രതിഫലമുണ്ടെന്ന്. ഇതൊന്നും കർത്താവ് മറന്നു പോകില്ല. സ്വർഗത്തിൽ ഓർമ്മയുടെ പുസ്തകം എന്ന ഒരു പുസ്തകം തന്നെയുണ്ട്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതിനനുസരിച്ച് പ്രതിഫലമുണ്ടെന്ന്. അതിനുവേണ്ടി നമ്മൾ ക്രിസ്തുയേശുവിൻ്റെ ന്യായാസനത്തിൽ ചെല്ലുമെന്ന് മറന്നു കളയില്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ വരുന്ന ഒരുവന് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊടുത്താൽ, അതായത് ഇസ്രായേൽ പ്രദേശത്ത് നല്ല പങ്ക് സമയം നല്ല തണുപ്പാണ്. തണുപ്പുള്ളപ്പോൾ തണുത്ത വെള്ളം കൊടുത്താൽ എങ്ങനെയുണ്ടാവും? അത് എളുപ്പമാണ്. എന്നാൽ ഇത്തിരി ചൂടുവെള്ളം, അതിനിത്തിരി അത് ചൂടാക്കണം. ആ കാലത്ത് കനലിൽ വെച്ച് ചൂടാക്കണം, തീ കത്തിക്കണം. കുറച്ചും കൂടി വില മുടക്കിയാൽ അത് കുറച്ചും കൂടി നല്ല വെള്ളമാവും, ചൂടുവെള്ളമാവും. എന്നാൽ കർത്താവ് പറയണ അതൊന്നും വേണ്ട, വെറും തണുത്ത വെള്ളം. ഈ തണുത്ത സീസണിൽ വരുന്നവർക്ക് വെറും തണുത്ത വെള്ളം കൊടുത്താൽ അതിന് വരെയും പ്രതിഫലമുണ്ട്. ഇതൊന്നും കർത്താവ് മറന്നു കളയില്ലെന്ന് ബൈബിൾ പറയുന്നു. നമ്മൾ ഒരാൾക്ക് 1000 പ്രാവശ്യം ബിരിയാണി മേടിച്ചു കൊടുത്താലും ഒരു വാക്ക് തെറ്റിയാൽ മതി, ആ വ്യക്തി നമ്മുടെ ശത്രുവാകും. നമ്മൾ ഒരാൾക്കൊരു വീട് വെച്ചു കൊടുത്തെന്നിരിക്കട്ടെ, ആ വീട് വെച്ചു കൊടുത്തയാള് പിന്നീട് നമ്മുടെ ശത്രുവായിരിക്കും. അതാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത്. നമ്മൾ ആർക്ക് നന്മ ചെയ്യുന്നു അവരെല്ലാം നമ്മെ മറന്നു കളയും. അതിനു മുമ്പ് ചെയ്തതെല്ലാം ഒറ്റ വാക്കുകൊണ്ട് മറക്കുകയും ചെയ്യും, ഓർക്കുകയുമില്ല. നന്ദിയില്ലാത്തവരുടെ ഒരു കൂട്ടത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതേ ഉണ്ടാവുള്ളൂ ബാക്കി. ഞായറാഴ്ചത്തെ സഭായോഗവും എല്ലാം ഇട്ടേച്ച് ഈ ബന്ധത്തിൻ്റെ സ്വന്തത്തിൻ്റെ ഒക്കെ പുറകെ സഭായോഗങ്ങൾ മുടക്കി പോകുമ്പോൾ നിങ്ങൾ അറിയണം, നാളെ ഇവര് നിങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ല. പോകണ്ട എന്നല്ല, കർത്താവിന് 1ാം സ്ഥാനം കൊടുക്കാതെ, ഇത് ഞാൻ ഈ പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തോടാണ്, അല്ലാത്തവർ പൊയ്ക്കോ. യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച് കർത്താവിൽ ജീവിക്കാനും നിത്യതയിലേക്ക് പോകാനും സ്വർഗത്തെ കാത്തിരിക്കുന്ന യേശുവിൻ്റെ 2ാമത്തെ വരവ് കാത്തിരിക്കുന്നവരോടാ പറയുന്നത്. ബാക്കിയുള്ളവർക്ക് പോകാം. നിങ്ങൾ മീറ്റിങ്ങിന് വന്നില്ലെങ്കിലും വന്നാലും അതൊന്നൊരു വിഷയമല്ല. എന്നാൽ വലിയ തീരുമാനത്തോടെ എല്ലാം വിട്ട് ഇറങ്ങി അവർ, നിങ്ങൾ സഭായോഗം മുടക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രസാദം വരാനാ ചെയ്യുന്നത്, ഒരിക്കലും ഉണ്ടാകത്തില്ല.
നിങ്ങൾ എഴുതി വെച്ചോ, ഈ ഡേറ്റ് സഹിതം. ജനുവരി 31, 2026 ജോഷി ബ്രദർ പറഞ്ഞത് എഴുതി വെച്ചു. നിങ്ങൾ സ്നേഹിച്ചവരും നിങ്ങൾ സഹായിച്ചവരും നിങ്ങൾ വളരെയധികം ത്യാഗപരമായി ചെലവിട്ടവരും നിങ്ങൾക്കെതിരെ തിരിയും. അത് ഈ ലോകത്തിൻ്റെ സിസ്റ്റമാണ്. അവരെ പ്രസാദിപ്പിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താലും എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി അവർ തിരിയും. എന്തിനു പറയണം, സ്വന്തം മക്കൾ പോലും വിവാഹം കഴിഞ്ഞ് മാതാപിതാക്കളെ കളഞ്ഞേച്ചു പോകുന്നു, ആത്മീക കോളത്തിൽ പോലും. അപ്പൊ നമ്മൾ പറയും, പിള്ളേര് മാതാപിതാക്കളെ UK-ലും കാനഡയിലും അമേരിക്കയിലും കൊണ്ടുപോകുന്നത്. അത് ഡെലിവറി വരുമ്പോൾ, പിന്നെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കൊച്ചിനെ ഡെലിവറി വരുമ്പോൾ അപ്പനും അമ്മയും വേണം. എന്ത് വില മുടക്കി അവർ കൊണ്ടുപോകും. എന്താ കാര്യം? അവിടെ ഒരു ജോലിക്കാരനെ വെക്കാൻ ഒത്തിരി കാശ. ഇതാമ പാവം തന്തയെന്നാളെ അവിടെ കിടന്ന് രാപ്പകലി കൊച്ചിനെ നോക്കി അടുക്കളയിലെ കാര്യം നോക്കി ഇവർക്ക് സുഖമായിട്ട് അടിച്ചു പൊളിക്കാം. മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ പിള്ളേരൊക്കെ ഒന്ന് വലുതായി കഴിയുമ്പോൾ ഇവരെ കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ വല്ല കാലത്ത് അവരെ കൂടി ഒന്ന് കറങ്ങി ഹൗസ് ബോട്ടിൽ പോകാനും ഒന്ന് കറങ്ങാനും ഒക്കെ ആയിട്ട് വരുന്നവർ വരുമ്പോൾ വീട്ടിൽ വരും, അപ്പനും അമ്മയുണ്ട്, ഒരു ബർത്ത്ഡേ പരിപാടി. എന്തിനാ? ഫേസ്ബുക്കിലിടാൻ. അല്ലാതെ മാതാപിതാക്കളെ മറന്നുപോയ ഒരു തലമുറ. ഒരു കാര്യം എല്ലാവരും അറിയണം, നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ കർത്താവും ഉണ്ടാവും, ഈ പറഞ്ഞ മക്കളും കൊച്ചുമക്കളും എല്ലാം നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. അങ്ങനെയുള്ളവരെയും ഞാൻ കണ്ടു. കർത്താവിന് വേണ്ടി നിന്ന മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ മക്കളും കൊച്ചുമക്കളും ഇടം വലം മാറാതെ ഉണ്ട്. വിയ തമ്പിച്ചായൻ, മറിയാമ്മ തമ്പി എന്തിനു പറയുന്നു? കർത്താവിന് വേണ്ടി ത്യാഗപരമായി വേല ചെയ്ത എല്ലാ ദൈവദാസന്മാരെ നോക്കിക്കോ, അവരുടെ ചുറ്റും ഒരു സമൂഹമുണ്ട്. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കുമെന്ന്. ആരുടെ ഓർമ്മയിൽ? ദൈവത്തിൻ്റെ ഓർമ്മയിലിരിക്കും. ദൈവത്തിൻ്റെ ഓർമ്മയിലിരുന്നാൽ എല്ലാവരുടെയും ഓർമ്മയിലിരിക്കും. മൊർദെഖായി ദൈവത്തിൻ്റെ ഓർമ്മയിലുണ്ട്. അവൻ ദൈവത്തിൻ്റെ പൈതലാണ്. അതുകൊണ്ട് അവനെ കൊല്ലാൻ ഹാമാൻ പദ്ധതിയിട്ടപ്പോൾ ദൈവത്തിൻ്റെ ഓർമ്മയിലുണ്ടായിരുന്ന അവനെ കാക്കേണ്ടതിന് അന്നത്തെ രാജാവിൻ്റെ ഓർമ്മയിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ലെന്ന് എസ്തേറിന്റെ പുസ്തകത്തിൽ കാണാം. ഉറക്കം വരാഞ്ഞതുകൊണ്ട് ഡയറി എടുത്ത് വായിക്കാൻ പറഞ്ഞു. വായിച്ചു വന്നപ്പോൾ മൊർദെഖായി രാജാവിനെ 2 ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നേരം വെളുക്കാറായെന്നാ തോന്നുന്നേ. ഉറക്കമില്ലല്ലോ, രാജാവ് കുത്തിയിരിക്കുകയാണ്. പടയാളികൾ വായിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ രാജാവ് ചോദിച്ചു, ഈ മൊർദെഖായിക്ക് എന്തെങ്കിലും ഗുണം ചെയ്തോ എന്നെ രക്ഷിച്ച മൊർദെഖായിക്ക്? ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ അവനെ എങ്ങനെ മാനിക്കണം? പിന്നെ അതാണ് രാജാവിൻ്റെ ഓർമ്മയിൽ. കാരണം എന്താണ്? രാജാവ് നല്ലവനായതുകൊണ്ടാണോ? അല്ല. പടയാളി നല്ലതായതുകൊണ്ടാണോ? അതുമല്ല. എന്താ? രാജാവിൻ്റെ പൈതലാണ് മൊർദെഖായി. ഹാമാൻ അവനെ കൊല്ലാൻ കഴുകുമരം ഒരുക്കിയിട്ട് വന്നിരിക്കുകയാണ്. രാജാവിനോട് അനുവാദം ചോദിക്കാൻ, കഴുകുമരത്തിൽ തൂക്കാൻ. അതിനു മുമ്പ് രാജാവ് അവന്റെ ഉറക്കം കെടുത്തിക്കളഞ്ഞു. രാജാവിന്റെ ഉറക്കം കെടുത്തിക്കളഞ്ഞു. എത്ര ഭയങ്കര അത്ഭുതങ്ങളാണ് ബൈബിളിലെ ചരിത്രങ്ങൾ. ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മുടെ ദൈവമാരാണെന്ന് നമുക്ക് ബോധ്യം വരും. രാജാവ് ചോദിച്ചു, ആരുണ്ട് അടുത്ത്? അവ പറഞ്ഞു, ഇവിടെ ഹാമാൻ എന്ന പ്രധാനമന്ത്രിയുണ്ട്, വിളിക്കവനെ.
പ്രധാനമന്ത്രിയോട് ചോദിച്ചു, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്നവൻ എങ്ങനെയെല്ലാം മാനിക്കണം? ഹാമാൻ വിചാരിച്ചു, തന്നെയാണ് രാജാവ് എപ്പോഴും മാനിക്കുന്നത്. ഇനി രാജ്യത്ത് എന്നെ മാനിക്കാൻ ഒന്നുമില്ല, ഇനി ആകെയുള്ളത് രാജാവാകണം. പണ്ട് ലൂസിഫറിന് ദൈവമാകണമെന്നുള്ള ചിന്ത വന്നതുപോലെ ഹാമാൻ അങ്ങനെ ഒരു ആഗ്രഹം. അങ്ങനെ വലിയ സ്വപ്നത്തോടെ, വലിയ ആഗ്രഹത്തോടെ അവൻ കൊതിയോടെ നോക്കി വച്ചിരിക്കുന്ന രാജാവിൻ്റെ കിരീടം, രാജാവിൻ്റെ വസ്ത്രം, രാജാവ് കയറുന്ന കുതിര, രാജാവിൻ്റെ തേര്, ഇതിനകത്ത് കയറാൻ അവൻ കൊതിച്ചു. എന്നിട്ട് അവൻ ഇതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മാനിക്കുമെന്ന് നാട് മുഴുവനും ബഹുമാനിക്കാൻ പോകുന്ന ആളെ വിളിച്ചു പറയണം. അതോടുകൂടി നാട് മുഴുവനും അറിയും. രാജാവ് പറഞ്ഞു, നീ പറഞ്ഞതൊന്നും കുറച്ച് കളയാതെ എൻ്റെ പടിവാതിക്കലിരിക്കുന്ന മോർദെഖായിക്ക് ചെയ്തേക്കണം, ഒന്നും കുറച്ച് കളയരുത്, അതുകൂടി പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയ, കൊല്ലാൻ വന്നവനെ കൊണ്ട് മാനിപ്പിച്ച ഒരു സ്വർഗസ്ഥനായ പിതാവ്. ദൈവം നിന്നെയും എന്നെയും ഓർത്താൽ ആർക്കും നമ്മെ മറിക്കാൻ കഴിയില്ല. നാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണോ? കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ കർത്താവ് ഓർത്തിരിക്കും. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നുവോ അത് മറന്നു കളയുന്ന ദൈവമല്ല. ഇന്നത്തെ ദൂതതാണ്. ഞാൻ അപ്പോസ്തല പ്രവൃത്തിയിലോട്ട് കയറിയില്ല. പൗലോസിനെ ദൈവത്തിന് മറന്നു കളയാൻ കഴിയില്ല. അവനെ കൊല്ലാനായിട്ട് പദ്ധതിയിട്ട ഉടനെ ദൈവം പദ്ധതികളെ മറിച്ചു കളഞ്ഞു. പൗലോസെ പേടിക്കേണ്ട, നീ റോമയിലും എനിക്ക് വേണ്ടി സാക്ഷ്യം പറയാനുള്ളതാണ്. നിന്നെ തൊടാൻ ആർക്കും കഴിയില്ലടാ. ഞാനുള്ള കാലത്തോളം യേശുവും നീയും കൂടെയാണെങ്കിൽ ഭൂരിപക്ഷമാണ്. ലോകം മുഴുവനും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 850 കോടിയോളം ജനം നിനക്കെതിരാണെങ്കിലും നീയും യേശു ഒന്നാണെങ്കിൽ നിങ്ങൾ ഭൂരിപക്ഷമാണ്. കോടാനുകോടി ദൂതന്മാർ നിന്റെ കൂടെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഒരാൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ സ്വർഗം മുഴുവനും നിനക്ക് അനുകൂലമാണ്. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? അതാണ് പൗലോസ് റോമർ 8 പറയുന്നത്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഒരിക്കലും ഒരു അമ്മച്ചിയോട് ഇത് പറഞ്ഞപ്പോൾ അമ്മച്ചി പറയാണ്, ശരിയാണ്, ദൈവം അനുകൂലമാകുമ്പോൾ പ്രതികൂലം 6 ആണെന്ന്. 5 അല്ല 6. എല്ലാ പോസിറ്റീവിലും നെഗറ്റീവ് കാണുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് മലയാളികൾ. മഴ വന്നാൽ മുടിഞ്ഞ മഴ, വെയിൽ വന്നാലോ ഒടുക്കത്തെ വെയിൽ. എന്തിലും ഒരു നെഗറ്റീവ് കണ്ടേ മലയാളി ഒതുങ്ങൂ. മലയാളി എന്ന കൾച്ചറിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ കൾച്ചറിലേക്ക് നമ്മൾ കയറി വരണം. നമ്മെ തൊടാൻ ഒരു ശക്തിക്കും കഴിയില്ല. നമ്മെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നമ്മെ ശക്തനാക്കുന്ന യേശു കൂടെയുള്ളത് കൊണ്ട് നാം സകലത്തിലും മതിയാകുന്നു. പ്രിയമുള്ളവരെ, ഫെബ്രുവരി മാസം നമുക്ക് വേണ്ടിയുള്ളതാണ്. ഫെബ്രുവരി മാസം ജയത്തിൻ്റെ മാസമായിരിക്കും. ഇന്ന് തന്നെ ഈ മാസം തീരുന്നതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? തീരുമാനമെടുക്കണം. ഫെബ്രുവരി മാസം ഞാൻ 12 അധ്യായം വെച്ച് വായിച്ചു തുടങ്ങും. അങ്ങനെ വായിച്ചാൽ 1200 അധ്യായങ്ങളാണ് ബൈബിളിലുള്ളത്. ഒരു 100 ദിവസം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കാൻ കഴിയും. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അപ്പോഴേക്കും 90 ദിവസം. അതുകൂടാതെ പിന്നെ ഒരു 15 ദിവസം കൂടി അതിനോട് ചേർക്ക്, 10 ദിവസം. 100 ദിവസം കൊണ്ട്, ഒരു 3.5 മാസം കൊണ്ട് നിങ്ങൾക്ക് സുഗമമായിട്ട് ബൈബിൾ വായിച്ചു തീർക്കുക. ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഫെയ്ത്താണ്. ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ പറഞ്ഞത് ഇപ്പോൾ മൊർദെഖായിയുടെ ചരിത്രമാണ്. എങ്ങനെ എനിക്ക് പറയാൻ കഴിഞ്ഞു? എനിക്കത് നോക്കാതെ എങ്ങനെ പറയാൻ കഴിഞ്ഞു? കാരണം ഞാനത് അനേക പ്രാവശ്യം വായിച്ച ഭാഗമാണ്. ഇതുപോലെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും അത്ഭുതങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരും. പറയാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ വരും. നെഗറ്റീവ് വായിൽ വരില്ല. മറ്റുള്ളവരെ പ്രബോധിപ്പിക്കണമെങ്കിൽ, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തണമെങ്കിൽ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ, വായി തുറന്നൊഴുകുന്ന ദൈവവചനം കൊണ്ട് എല്ലാവരും നിറയണം. ഫെബ്രുവരി മാസം ഞാൻ പ്രാർത്ഥിക്കും. 1 മണിക്കൂർ പ്രാർത്ഥിക്കാത്തൊരു ദിവസം ഉണ്ടാവുകയില്ല. ഫെബ്രുവരി മാസം
ഞാൻ ഒരാളോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയും, ഒരാളെയെങ്കിലും ഞാൻ ധൈര്യപ്പെടുത്തും, ഒരാൾക്ക് വേണ്ടിയെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും, ഒരാളെയെങ്കിലും ഞാൻ ആശ്വസിപ്പിക്കും. സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി നമുക്ക് തീരാം. തോറ്റുകൊടുക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്നീ കേട്ട വചനം പോലെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന മൊർദെഖായിമാർ, ജോസഫുമാർ, ദാവീദുമാർ, പൗലോസുമാർ ഇതിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. യേശുവിൻ നാമത്തിൽ അതുണ്ടാകട്ടെ. നന്മ ചെയ്യാനുള്ള ശേഷി ഈ മക്കളിൽ വരട്ടെ. കർത്താവേ, നിസ്സാര കാര്യം പറഞ്ഞ് പേടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എല്ലാവരും പുറത്തു വരട്ടെ. 2026 എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ മക്കളുടെ മേൽ വരട്ടെ. ഫെബ്രുവരി മാസം ഇവരുടെ ജയത്തിന്റെ മാസമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടിയൊന്നും ജീസസ് എവരിഡേയിൽ പൊതുവായി പ്രാർത്ഥിക്കാറില്ല. കാരണം പുതുതായി വരുന്നവർക്ക് വേണ്ടി അല്ല ഞാൻ സംസാരിക്കുന്നത്. വിശ്വാസത്തിൽ പരിചയവും ശക്തിയുമുള്ളവരാണ്. രോഗങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്താ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ? ഞാൻ പുതുതായി വരുന്നവരോടല്ല സംസാരിക്കുന്നത്. ശുശ്രൂഷയിൽ വളരുന്നവരെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് എൻ്റെ ജോലി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഞായറാഴ്ച സഭായോഗം രാവിലെ 8 മണിക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുണ്ട്. നിങ്ങൾ ഏത് രാജ്യത്തു നിന്ന് കേരളത്തിൽ വന്നാലും പ്രൈസ് ജനറേഷനിൽ ഒരു സഭായോഗം കൂടാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. രാവിലെ 8 മണിക്കാണ്. തിങ്കളാഴ്ച വീണ്ടും ജീസസ് എവരിഡേ നമുക്ക് ഒരുമിച്ച് കൂടാം, പ്രാപിക്കാം, പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.